നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലും അർജൻറ്റീനയും തമ്മിലുള്ള മത്സരം ഈ മാസം 25-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 26-ന് പുലർച്ചെ. അപ്പോൾ ഈ കളിക്ക് നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത് നെയ്മർ ജൂനിയറും ലിയോ മെസ്സിയും ഒരിക്കൽ കൂടി കളിക്കളത്തിൽ ഒരുമിച്ച് വരുന്നു. എതിർ ടീമുകളിലാണെങ്കിലും രണ്ടുപേരും കട്ട ചങ്കുകളാണ്. ആ ഒരു സൗഹൃദത്തിൻ്റെ ഊഷ്മളതയും ആഴവും ഒക്കെ പലവട്ടം നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു നിമിഷം എൻ്റെ മനസ്സിലുള്ളത് 2021 കോപ്പ അമേരിക്ക. നെയ്മർ തീപ്പൊരി കളിയാണ് കളിച്ചത്. പക്ഷേ ജയിച്ചത് മെസ്സിയുടെ അർജൻറ്റീനയാണ്. മെസ്സിയുടെ കിരീടക്ഷാമം അവിടെ തീരുകയാണ്. ദേശീയ ടീമിനായിട്ടുള്ള കിരീടക്ഷാമം അവിടെ തീരുകയാണ്. ആ കപ്പ് ജയിച്ച് നിൽക്കുന്ന ലിയോ മെസ്സിയുടെ അടുത്തേക്ക് നെയ്മർ ജൂനിയർ വരുന്ന ഒരു രംഗമുണ്ട്. മെസ്സി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു. അത് വല്ലാത്തൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള നിമിഷമായിരുന്നു. മാറക്കാനയിലെ പടവുകളിൽ പിന്നെ മെസ്സിയും നെയ്മറും പരേഡസും ഇരുന്ന് കൊച്ചുവർത്താനം പറയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അവരുടെ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിലൊന്നാണത്. എന്നാൽ ഇപ്പോൾ നെയ്മർക്ക് പരിക്കേൽക്കുമ്പോൾ ഏറ്റവും അധികം ദുഃഖിക്കുന്നവരിൽ ഒരാൾ 100% എനിക്ക് ഉറപ്പുണ്ട്, അത് സാക്ഷാൽ ലിയോ മെസ്സി ആയിരിക്കും. പക്ഷേ ഇവിടെ കുറേ ആളുകൾ നെയ്മർക്ക് പരിക്ക് പറ്റുമ്പോൾ ആഘോഷിക്കുകയാണ്. ഒരു മനുഷ്യന് പരിക്ക് പറ്റുന്നതിൽ സന്തോഷിക്കുന്നവരെ എന്താ പറയേണ്ടത്? അവരുടെ മനോനില ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ. നമ്മുടെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ, നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ ഈ വാർത്ത ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് താഴെ വന്ന ചില കമൻറ്റുകൾ നോക്കുക. ഫേസ്ബുക്കിൽ ഒരാളുടെ കമൻറ്റ്, ഓട്ടോമെൻ്റി ട്രൗസർ കീറുമെന്ന് കരുതി മുങ്ങിയതാകും. ഓട്ടോമാറ്റിക് അതല്ലേ പണി? നാട്ടുകാരുടെ ട്രൗസറൊക്കെ വലിച്ചു കയറൽ. അതോ ഇനി ഓട്ടോമാറ്റിക് ട്രൗസർ അടിക്കുന്ന ആളാണോ? എന്തൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത്? പേടിച്ച് മുങ്ങിയതാണ് നെയ്മർ എന്ന് പറഞ്ഞത്. ഒരാൾക്ക് പരിക്ക് പറ്റുമ്പോഴാണ് ഇത് പറയുന്നത്. നോക്കണേ, വേറൊരാൾ ഹോസ്പിറ്റൽ ഡിയോർ ഷുവർ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. മറ്റൊരാൾ അർജൻറ്റീന എന്ന് കേട്ടപ്പോഴേ ചിലർക്ക് പരിക്ക്. വേറൊരാളുടെ കമൻറ്റ്, ഞാൻ ഇതാ പറഞ്ഞത്, 364 ദിവസവും കിടക്കപ്പായിൽ കിടക്കുന്ന ഇവനാണ് ടോപ്പ് 10 പ്ലേയേഴ്സിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ കുറേ എണ്ണത്തിന് കുരുകൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് പരിക്ക് പറ്റി കിടക്കുമ്പോൾ ഇങ്ങനെ സന്തോഷിക്കാൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ് അതിലേറ്റവും ഭീകരമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറെ കളിക്കളത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അതിപ്പം മെസ്സി ആണെങ്കിലും സുവാരസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവർക്ക് അത്രയും ഇഷ്ടമാണ് നെയ്മർ ജൂനിയറെ. ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ ബ്രസീൽ അർജൻറ്റീന മത്സരം, ആ ബ്രസീലിൻ്റെ ഹെൽത്ത് ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് കളി തടസ്സപ്പെടുത്തിയ മത്സരമില്ലേ, ആ മത്സരത്തിന് മുമ്പുണ്ടായിട്ടുള്ള ഒരു സംഭവ വികാസമാണ്. വീഡിയോ ഞാൻ പ്ലേ ചെയ്യുകയാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായി നെയ്മർ ജൂനിയർ നിൽക്കുന്നു. അർജൻറ്റീന ടീം വരുന്നു. മെസ്സി നേരെ നെയ്മറുടെ അടുത്തേക്കാണ് വരുന്നത്. നെയ്മറെ കെട്ടിപ്പിടിച്ചിട്ട് അവർ തമ്മിൽ 1-2 വാക്കുകൾ സംസാരിച്ചിട്ടാണ് മെസ്സി പിന്നെ പിരിഞ്ഞ് തൻ്റെ ടീമിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. പിന്നാലെ വരുന്നു ലോ ചെൽസോ. അത് കഴിഞ്ഞിട്ട് പരേഡസ്, റോഡ്രിഗോ ഡിബോളാണ് അടുത്തതായിട്ട് നെയ്മർക്ക് കൈ കൊടുക്കുന്നത്. നിക്കോളാസ് ഓട്ടാമെൻറ്റി നെയ്മർക്ക് കൈ കൊടുക്കുന്നു. ആംഗേൽ ഡി മരിയ കെട്ടിപ്പിടിച്ചിട്ടാണ് അവർ ചിരിച്ചുകൊണ്ട് പിരിയുന്നത്. അപ്പോൾ പരേഡസിനൊക്കെ നെയ്മർ അത്രയും ഇഷ്ടപ്പെട്ട താരമാണ്. ഡി മരിയക്കൊപ്പം കുറേ കാലം കളിച്ചിട്ടുള്ള നെയ്മറാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ ഇതാണ്. ഇത് മനസ്സിലാക്കാതെ ഇവിടെ കുറേ ആളുകൾ കിടന്ന് ഓരോന്നങ്ങ് പറഞ്ഞു വിടുകയാണ്. നമുക്കറിയാമല്ലോ, നെയ്മർക്ക് 2014 പരിക്ക് പറ്റി കളിക്കളത്തിന് പുറത്തായപ്പോൾ, നട്ടലിന് പരിക്ക് പറ്റി വേൾഡ് കപ്പിൽ പുറത്തായപ്പോൾ പ്ലാസ്റ്റിക് നട്ടെല്ലും വെച്ച് ട്രോളാണ് അത്ര അതൊക്കെ ആഘോഷിച്ച കുറേ ആളുകൾ ഇവിടെയുണ്ട്. അതിൻ്റെ പിന്നാലെ വരുന്നവരാണ് ഇപ്പോൾ ഈ തരത്തിൽ ഇത് ആഘോഷിക്കുന്നതെന്ന് പറയാം. ഇവരോടൊക്കെ പറയാൻ തലയാണ മന്ത്രത്തിലെ നമ്മുടെ ബാബുക്കോയുടെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. എന്തുണ്ടായത്? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. അപ്പോൾ ഇത് മാത്രമാണ് ഇത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.